ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഹോട്ടൽ സ്റ്റൈൽ ചില്ലി ഗോബി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അത്ര ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചില്ലി ഗോബി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ 2 കോളിഫ്ലവറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ അടർത്തിയെടുത്ത് ചേർത്ത് കൊടുത്തേക്കാണ്. ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് മാത്രമാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് കോളിഫ്ലവർ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഒരു 3 മിനിറ്റ് നേരത്തോളം ആ വെള്ളത്തിൽ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്കത് കോരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലവറെ നന്നാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്ന ആ ടൈമിൽ തന്നെ അത് ഉപ്പും ചൊറുക്കിയുള്ള വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടാനായിട്ട്. ഇവിടെ ചില്ലി ഗോബി തയ്യാറാക്കുമ്പോൾ ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ഒരു മീഡിയം സൈസിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഫുൾ അങ്ങനെ അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്കിട്ട് ഒരു 3 മിനിറ്റ് ശേഷം എടുക്കാവുന്നതാണ്. കോളിഫ്ലവറിൽ കോട്ട് ചെയ്യാനുള്ള ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് 1 കപ്പ് മൈദമാവ്, അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കാശ്മീരി പൗഡർ ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കോളിഫ്ലവർ എടുത്തുകൊണ്ടാണ് ഇത്രയും ബാറ്ററൊക്കെ തയ്യാറാക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ബാറ്റർ തയ്യാറാക്കിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അരിപ്പത്തട്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ ആ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് മുക്കി നന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കെയർ ചെയ്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം, എങ്കിലും അതിൻ്റെ എല്ലാ പോർഷനിലേക്കും ആ ബാറ്റർ എത്തുള്ളൂ. ബാറ്ററിൽ ചേർത്തേക്കുന്ന മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. കാര്യം കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓരോന്നായിട്ട് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ടൈമിൽ കട്ട പിടിക്കും. അതിനുശേഷം പിന്നെ കുഴപ്പമില്ല, അതിലെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1 മിനിറ്റ് ശേഷം മാത്രം അത് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മാവ് അതുമ്പോൾ പിടിക്കാണ്ട് അത് സെപ്പറേറ്റ് ആയി പോവും. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊരു തവ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വറുത്ത് കോരി എടുക്കാനായിട്ട് ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരും. നല്ലൊരു റെഡിഷ് കളറാകുമ്പോൾ നമുക്കിത് കോരി എടുക്കാവുന്നതാണ്. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന കോളിഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. സോസൊക്കെ മുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് വറുത്ത് കോരി എടുക്കുന്നത്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാണ്ട് കുറച്ച് ഇട്ട് വറുത്ത് കോരി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വറുത്തെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് കട്ട പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഓരോ കോൺഫ്ലവർ അത് സെപ്പറേറ്റ് ചെയ്ത് മുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോൾ അത് ഇളക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് അതിനകത്തേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺഫ്ലവർ ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തവ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫുള്ള് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ഈ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ചാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഫുൾ എണ്ണ നമുക്ക് ആവശ്യമില്ല, അതിൽ നിന്ന് കുറച്ച് എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇനിയും ചതച്ച വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇത് ചെറുതായിട്ട് നന്നായിട്ട് ചതച്ചെടുത്തേക്കുന്നതാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒരു സ്മെല്ല് വരുന്ന ഒരു പരുവം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്തിരി നേരം വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ ഒരു കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം.
സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന സവോളയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 2 വലിയ കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 5 വലിയ സവോളയാണ് നമ്മൾ ഇതിനായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സവോളയുടെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് കറിക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ അതനുസരിച്ച് സവോള ചേർക്കാവുന്നതാണ്. സവാള ഒത്തിരി നേരം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിരിക്കും നമ്മുടെ കറിയിൽ സവോള കിടക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ പോകാനായിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. 2 വലിയ ക്യാപ്സിക്കം ആണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടും കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 സോസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരുന്നത്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസ് ആയിരിക്കും. നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഈ ഒരു അളവിലാണ് ചേർക്കുന്നത്. നമ്മൾ 2 കോളിഫ്ലവർ എടുത്തുകൊണ്ടാണ് എത്രയും എമൗണ്ട് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ കറക്റ്റ് അളവ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് കറക്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 6 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും. അപ്പോൾ ഈ ഒരു കളറാണ് ഇതിന് വന്നിട്ടുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ ഇതിലേക്ക് കാശ്മീരി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് ഉപ്പൊന്നും ഇതിൽ ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് നമ്മൾ ഈ സോസൊക്കെ ആഡ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്താൽ മതി. കാര്യം ഓൾറെഡി സോസിൽ ചെറിയൊരു ഉപ്പിൻ്റെ രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കറിക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഇതിന് ശേഷം ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്തതിന് ശേഷം മാത്രം ഉപ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പൊടികളും സോസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പച്ചക്കുത്തൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തിക്കായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി. കുറച്ചുകൂടി ലൂസായിട്ട് ചാറ് പോലെ ഇരിക്കുന്ന ആ ഒരു പരുവത്തിൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഇതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രേവി തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 എണ്ണം കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമ്മുടെ ഗ്രേവിയൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണോ എന്നൊന്ന് നോക്കുക. ഗ്രേവി കുറച്ചുകൂടി ലൂസ് ആക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സോസ് എല്ലാം കൂടെ ഇതിൽ മിക്സ് ആവുന്ന രീതിക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോളിഫ്ലവർ ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫുള്ള് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രേവിയിൽ ഇച്ചിരി കുറവ് ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഗ്രേവി നല്ലതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വേണ്ടാത്തവർക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർക്കാവുന്നതാണ്. ഉപ്പ് നേരത്തെ ചേർക്കാഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പിന്നീട് ആഡ് ചെയ്യുമ്പോൾ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഉപ്പ് വേണമെന്നുള്ളത് കറക്റ്റ് അറിയണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഗ്രേവി തിക്കാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിത്തണ്ട് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള
ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ അത് റെഡിയാക്കാം. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും റെഡിയാക്കാം. വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.